നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലൈവ് വോയിസ് ചെയ്തതാട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് കമൻറ്റ് സെക്ഷനിൽ വരുന്നുണ്ട്, വോയിസിന് എന്തോ ക്ലാരിറ്റി കുറവ്, ഒരു ഹെഡ്സെറ്റ് വെക്കുമ്പോൾ ഒരു ഹെഡ്സെറ്റിൽ കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഈ വീഡിയോ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തോ സെറ്റിങ്സ് മാറിക്കിടക്കുമായിരുന്നു. ഇത് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി മുതലുള്ള വീഡിയോസിൽ സൗണ്ട് ക്ലിയർ ആയിരിക്കും. ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫുൾ മ്യൂട്ട് ചെയ്തു. അങ്ങനെ ക്ലാരിറ്റി ഇല്ലാതെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ എന്താ പറയുന്നതെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ ഞാനൊന്നും കുക്ക് ചെയ്തിട്ടൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്കൊരു കൊതി, ഇന്ന് പുറത്തുനിന്ന് കഴിക്കാനായിട്ടൊരു കൊതി. അപ്പോൾ ഏട്ടനോട് പറഞ്ഞു ഉച്ചയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം, ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഓക്കെ ശരി, എവിടെ പോയി കഴിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കട്ടച്ചാങ്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ, നമ്മുടെ ബാലരാമപുരത്ത് കട്ടച്ചാങ്കുഴി നാടൻ പെരട്ട് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നാടൻ കോഴിപ്പെരട്ട് അത് ഒരുപാട് വീഡിയോസിലെല്ലാം ട്രെൻഡിങ് ആയി. ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും അറിയാം. എല്ലാ ഫുഡ് ബ്ലോഗേഴ്സും ഒക്കെ ചെയ്ത് തിരുവനന്തപുരത്തിന് പുറത്തുള്ളവരും വന്ന് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് കട്ടച്ചാങ്കുഴിയിലെ ഈ നാടൻ കോഴിപ്പെരട്ട്. പക്ഷേ ഒരു തിരുവനന്തപുരംകാരിയായ ഞാനിത് ആദ്യമായിട്ടാണ് കട്ടച്ചാങ്കുഴി നാടൻ കോഴിപ്പെരട്ട് കഴിക്കാൻ പോകുന്നത്. ഒരുപാട് പ്രാവശ്യം കഴിക്കണം എന്ന് വെച്ചിട്ടും ഇതുവരെയും കഴിക്കാൻ നടന്നിട്ടില്ല. അപ്പോൾ അത്രയും സ്വാദ് പറയുന്ന ആ സാധനം എന്താണെന്ന് എനിക്കും അറിയണമല്ലോ. അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ്. ട്രിവാൻഡ്രത്തൊക്കെ കുറേ ഇതിൻ്റെ ബ്രാഞ്ചസുകളും കാര്യങ്ങളും ഉണ്ട്. ബ്രാഞ്ചസുകളെല്ലാം എനിക്ക് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കരുതിയത് കട്ടച്ചാങ്കുഴി നാടൻ കോഴി പെരട്ട് അതൊരു കടയുടെ പേരാണ് എന്നാണ് ഞാൻ ആക്ച്വലി കരുതിയത്. പക്ഷെ അത് കടയുടെ പേരല്ല, സ്ഥലത്തിൻ്റെ പേരാണ് കട്ടച്ചാങ്കുഴി നാടൻ കോഴി പെരട്ട്. അവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഈ നാടൻ കോഴി പെരട്ട് കിട്ടുന്ന പല പേരുകളിലുള്ള നാടൻ കോഴി പെരട്ട് കിട്ടുന്ന കടകൾ ഈ കട്ടച്ചൻകുഴിയിലുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് പല സ്ഥലങ്ങളിലും കട്ടച്ചൻകുഴി നാടൻ കോഴി പെരട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള കടകളും ഉണ്ട് കേട്ടോ. പക്ഷേ ശരിക്കുമുള്ള സ്ഥലമെന്ന് പറയുന്നത് ബാലരാമപുരത്തെ കൃഷ്ണ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ്. അവരെന്തുവാണ് ആദ്യമായിട്ട് തുടങ്ങുന്നതും അവരാണ് ഭയങ്കര ഫേമസ്. അവർക്ക് വേറെ ബ്രാഞ്ചുകളൊന്നുമില്ല. പക്ഷേ കട്ടച്ചൻകുഴിയിൽ തന്നെ ഒരുപാട് ഹോട്ടൽസ് ഫേമസ് കട്ടച്ചൻകുഴി നാടൻ കോഴി പെരട്ട് കിട്ടും എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ട്രിവാൻഡ്രത്തുണ്ട്. പക്ഷേ ശരിക്കുമുള്ള ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ എന്ന് പറയുന്നത് കൃഷ്ണ ഹോട്ടലാണ്. അവിടെയാണ് നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത്. എനിക്കിപ്പോൾ എന്തൊക്കെ സാധനം അതിൻ്റെ ബ്രാഞ്ചസ് ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്ഭവം എവിടെ നിന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാന്ന് അറിഞ്ഞിട്ട് ഒറിജിനൽ ടേസ്റ്റിൽ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് നമ്മളിപ്പോൾ ട്രിവാൻഡ്രം വിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ തലശ്ശേരി ദം ബിരിയാണി അത് ട്രിവാൻഡ്രത്ത് കിട്ടുമെങ്കിലും തലശ്ശേരിയിൽ നിന്ന് ഓതൻറ്റിക്കായിട്ട് കഴിക്കണമെങ്കിൽ തലശ്ശേരിയിൽ നിന്ന് തന്നെ കഴിക്കണം. അത് കഴിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ്. ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെയൊക്കെ തലപ്പാക്കട്ട് ബിരിയാണി ഉണ്ട്. അത് ഇവിടെ ഉണ്ടെങ്കിലും അത് തലപ്പാക്കട്ടി ഡിണ്ടുക്കൽ ബിരിയാണി അത് ഡിണ്ടുക്കൽ തന്നെ നിന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ ഡിണ്ടുക്കലിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. മധുരൈ ജിഗർദണ്ട നമ്മുടെ ട്രിവാൻഡ്രത്തുണ്ട്. അതും ഒറിജിൻ എവിടെയാണെന്ന് അറിഞ്ഞിട്ട് മധുരയിൽ പോയും കഴിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ടേസ്റ്റ് ഒരുപോലെ തന്നെയാണെങ്കിലും കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് അറിഞ്ഞിട്ട് അവിടെ പോയി കഴിക്കുന്നതിൻ്റെ സ്വാദ് ഒന്ന് വേറെ തന്നെ കേട്ടോ. അപ്പോൾ ഒരു സമാധാനമുണ്ട്, ഇതാണല്ലോ ടേസ്റ്റ്. മേ ബി നമ്മൾ വേറൊരു കടയിൽ നിന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് ശരിയായില്ലെങ്കിൽ നമ്മൾ ഇതല്ല ടേസ്റ്റ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ നിന്ന് ഞാൻ കഴിച്ച അങ്കമാലി മാങ്ങാക്കറി. അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമായില്ലെന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അത്രയേ ഉള്ളൂ. മാത്രമല്ല ഞാനൊരു തിരുവനന്തപുരംകാരി, അങ്കമാലിയിലെ എല്ലാ കറികളും നമുക്ക് ഇഷ്ടപ്പെടണമെന്നും ഉണ്ടാവില്ല. സ്വാദിലും പല വ്യത്യാസം ഉണ്ടാവും. അങ്കമാലിയിലുള്ളവർ ട്രിവാൻഡ്രത്ത് വന്നാൽ ട്രിവാൻഡ്രം കറികൾ ഇഷ്ടപ്പെടണമെന്നുമില്ല. അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഇത്രയും ആർഗ്യൂ ചെയ്യേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ട്രിവാൻഡ്രംകാർ പറയും ഏറ്റവും നല്ല സദ്യ ട്രിവാൻഡ്രത്താണ്. ഞാനും പറയുന്നത് ഏറ്റവും നല്ല സദ്യ ട്രിവാൻഡ്രത്തെന്നാണ്. പക്ഷേ ട്രിവാൻഡ്രം കഴിഞ്ഞ് മറ്റുള്ള സ്ഥലത്തു നിന്ന് വരുന്നവർക്ക് ചിലപ്പോൾ ട്രിവാൻഡ്രം സദ്യ ചിലപ്പോഴല്ല 90% ആൾക്കാർക്കും ട്രിവാൻഡ്രം സദ്യ ഇഷ്ടമേ അല്ല. അപ്പം ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോയാൽ അവിടുത്തെ സദ്യ ഇഷ്ടപ്പെടത്തില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൽ എനിക്ക് എന്ത് കഴിച്ചാലും കുറ്റം പറയുന്നു അങ്ങനെ ഇങ്ങനെ അതൊന്നുമല്ല. നമുക്ക് എൻ്റെ വായുടെ രുചിയായിരിക്കില്ല മറ്റൊരാൾക്കുള്ളത്. എനിക്കിഷ്ടപ്പെടാത്ത കാര്യം പറയുന്നു, അത്ര തന്നെ. നിങ്ങൾ വേണമെങ്കിൽ സ്വീകരിക്കുക, വേണ്ടെങ്കിൽ തള്ളിക്കളയാം. എന്തായാലും ഞാൻ നല്ലതെന്ന് പറയുന്നത് നിങ്ങൾ പലരും നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണെങ്കിൽ അറിയാം. നല്ലതെന്ന് തന്നെയാണ് പറയാറ്. മോശമാണെങ്കിലാണ് ഞാൻ മോശമെന്ന് പറയുന്നത്. കാരണം നമ്മളെപ്പോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ നിങ്ങൾ ആ ഹോട്ടലിൽ പോയിട്ട് നിങ്ങൾക്ക് കഴിച്ചിട്ട് അയ്യോ അവൾ പറഞ്ഞല്ലോ അത് കൊള്ളില്ലെങ്കിലും കൊള്ളാമെന്ന് പറഞ്ഞല്ലോ എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരില്ലെന്ന് കരുതിയിട്ടാണ് കൊള്ളില്ലാത്ത കാര്യം കൊള്ളില്ല എന്ന് പറയുന്നത് കേട്ടോ. എനിവേ നമുക്ക് കട്ടച്ചൽക്കുഴിയിലെ കൃഷ്ണ ഹോട്ടലിലേക്ക് പോവാം. വരുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ്.
ശരിക്കും പറഞ്ഞാൽ ഒരു നാട്ടിൻ പ്രദേശം ബാലരാമപുരത്ത് നിന്ന് വിഴിഞ്ഞം പോകുന്ന റോഡാണ്. വിഴിഞ്ഞം പോകുന്ന റോഡിൽ കുറച്ച് ഉള്ളിലോട്ട് കയറി പോവാം. റോഡ് സൈഡിൽ തന്നെ കൃഷ്ണ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നിറയെ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ കൂടെ തന്നെ അവർ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകളില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പോരും വഴി ഒരുപാട് വിസ്മയ, കട്ടച്ചൽക്കുഴി, നാടൻ കോഴി പെരട്ട് കിട്ടുന്ന കട, അങ്ങനെ ഒരുപാട് ഹോട്ടൽസിൻ്റെ പേരൊക്കെ കണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വന്നത് കൃഷ്ണ ഹോട്ടലാണ്. കൃഷ്ണ ഹോട്ടലിൽ തന്നെ വന്നു. ഇവിടെ വന്ന ഓണർ ചേട്ടനോട് ചോദിച്ചപ്പോൾ ഓണർ ചേട്ടൻ പറഞ്ഞത് അവരാണ് ഇവിടെ ഫസ്റ്റ് കട്ടച്ചൽക്കുഴി നാടൻ കോഴി പെരട്ട് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. വന്നപ്പോഴേ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ 10 മണിയെന്നോ 10:30 പറഞ്ഞു കേട്ടോ. 10 മണിക്ക് ശേഷം ഇവിടെ ഫുഡ് വിളമ്പി തുടങ്ങും. രാത്രി 9 മണി വരെയൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നാടൻ കോഴിയാണ് ഇവിടെ വയ്ക്കുന്നത്, നാടൻ കോഴി തോരൻ, നാടൻ കോഴി പെരട്ട്, നാടൻ കോഴി കാന്താരി ഇട്ട് വെച്ചത് ഈ ചേട്ടനാട്ടോ, അതിൻ്റെ ഓണർ, ചേട്ടൻ്റെ അച്ഛൻ തുടങ്ങിയതാണ്. പിന്നെ നാടൻ കോഴിയുടെ ലിവറെല്ലാം ഫ്രൈ ആയിട്ടുള്ള സാധനം, കപ്പ, പുട്ട്, ദോശ, പൊറോട്ട, പിന്നെ ഊണുമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ബ്രോയിലർ ചിക്കൻ്റെ ഒരു കളിയുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ നിങ്ങൾക്ക് ഫാമുണ്ടോ നാടൻ കോഴി? ഇങ്ങനെ എന്നും 365 ദിവസം സൺഡേ അവധിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എങ്കിലും ഇത്രയും ദിവസം നിങ്ങൾക്ക് നാടൻ കോഴി എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഫാമൊന്നുമില്ല, ഇവിടെ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ കോഴികളെ കൊണ്ടുവരും, അത് തന്നെയാണ് വാങ്ങുന്നത്. ഒരു 100 കോഴിയെങ്കിലും ഒരു ദിവസം എടുക്കും, അതെല്ലാം ചിലവാകും എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. ഭയങ്കര ഫേമസ് ആണ് ഈ കട. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. കോഴി രാവിലെ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു, അടുത്തിന് ഉച്ചയ്ക്ക് ഉണ്ടാക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു പല സ്റ്റെപ്പായിട്ടായിരിക്കും ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. ഇത് കാന്താരി ഇട്ട് വെച്ചതാണ്, ശരിക്കും കാന്താരി ഇട്ട് വെച്ചതാട്ടോ. പച്ചമുളകൊന്നും അരച്ചിട്ട് കാന്താരി എന്ന് പറഞ്ഞതല്ല, അതിൽ കാന്താരി ഇങ്ങനെ മുഴുവനേ കിടപ്പുണ്ട്. പിന്നെ ലിവർ ഫ്രൈ ഉണ്ടായിരുന്നു. ഇതെൻ്റെ ലിവർ ഫ്രൈ ആട്ടോ, നല്ല നാടൻ കോഴിയുടെ ലിവർ ഫ്രൈ. മുട്ട ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ മുട്ട ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ താരം നാടൻ കോഴി പെരട്ട് കേട്ടോ. അതിൻ്റെ കളർ കണ്ടാൽ തന്നെ ഇപ്പോഴും സത്യം പറഞ്ഞ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ഇത് നാടൻ കോഴി തോരനാണേ. കാന്താരിയൊക്കെ അതിലിടാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഹൈജീനാണ്, കിച്ചണൊക്കെ നല്ല വൃത്തിയുണ്ട്. എന്തായാലും നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ പൂച്ചയെ പോലെ അതിൻ്റെ സൈഡിൽ വന്ന് നിന്ന് ഏട്ടൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഏട്ടാ വാ, എനിക്ക് വിശക്കുന്നു, നമുക്ക് കഴിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. ഏട്ടനാണെങ്കിൽ എല്ലാം ഭയങ്കര പെർഫെക്ഷൻ്റെ ആളാണ്. അങ്ങനെയാണ് കിച്ചണൊക്കെ കയറി വീഡിയോ എടുത്തത് കേട്ടോ. ഏട്ടൻ പറഞ്ഞു, നീ അകത്ത് വന്ന് നോക്കണമെങ്കിൽ നോക്കാം, എനിക്കാണെങ്കിൽ മണവും കൂടി അടിച്ചിട്ടേ വിശന്നിട്ട് പാടില്ല. ഞാൻ പറഞ്ഞു, വിശക്കുന്നു, നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇരുന്നപ്പോഴേക്കും വാഴയില ഇട്ട് വെച്ചു. എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പുട്ടുണ്ട്, ദോശയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് പുട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടനും പുട്ട് പറഞ്ഞു. ഞാനും ഏട്ടനും കൂടെ ഒരു പുട്ടേ പറഞ്ഞുള്ളൂ, എന്നിട്ട് വേണമെങ്കിൽ വാങ്ങാമെന്ന് കരുതി. ഒപ്പം കഴിക്കാൻ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നാടൻ കോഴി പെരട്ടാണ് ഇവിടുത്തെ സ്പെഷ്യൽ, പിന്നെ നാടൻ കോഴി തോരൻ, നാടൻ കോഴി കാന്താരി, ലിവർ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. ലിവർ റോസ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ, ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിവിടുത്തെ സ്പെഷ്യൽ നാടൻ കോഴി പെരട്ട് മതി എന്ന് പറഞ്ഞു. ഏട്ടൻ കാന്താരിയും പറഞ്ഞു കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഇല കൊണ്ടിട്ടു, വെള്ളം ഒഴിച്ചു, പുട്ട് കൊണ്ടുവന്നു, പിന്നെ അതിൻ്റെ കൂട്ടത്ത് സവോള തന്നായിരുന്നു. അതിൻ്റെ കൂട്ടത്താണ് നമ്മുടെ താരമായിട്ടുള്ള നാടൻ കോഴി പെരട്ട് കൊണ്ടുവന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞാൽ ബിരിയാണി കഴിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പം കുറച്ചൊക്കെ ഞാൻ ബിരിയാണി കുറച്ചിരിക്കാൻ എനിക്കിപ്പോൾ ഇഷ്ടമാണ് എങ്കിലും ഒരു പകുതിയോളം ഞാൻ ബിരിയാണി വെറുത്ത് കേട്ടോ. ആ നോർത്തിലൊക്കെ പോയി ആ ഹൈദരാബാദിൽ നിന്നൊക്കെ ബിരിയാണി കഴിച്ച് ഞാനങ്ങ് വെറുത്ത് പോയി സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് എനിക്ക് ബിരിയാണിയോട് ഇപ്പം താല്പര്യമില്ല. എനിക്ക് നല്ല ഊണും കപ്പയും മീൻകറിയും കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. ഇത് പക്ഷേ കുറേ നാളായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ റൂട്ട് വഴിയാണ് വരുന്നത്. ഈ റൂട്ടെന്ന് പറഞ്ഞാൽ ബാലരാമപുരം വഴിയാണ് വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ SP-യിലാണ് കയറുന്നത്. ചിലപ്പോഴൊക്കെ ഇവിടെ വന്ന് കഴിക്കണമെന്ന് തോന്നും. പക്ഷേ ഇവിടെ ബാലരാമപുരത്ത് നിന്ന് കുറച്ചൊന്ന് 1 കിലോമീറ്ററോളം ഇങ്ങോട്ടൊക്കെ വരണം കേട്ടോ. അതുകൊണ്ട് ഏട്ടൻ പറയും വേണ്ട, ഇനി അങ്ങ് ഉള്ളിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും 2-3 പ്രാവശ്യം വരാൻ നോക്കിയിട്ടും നടന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും വന്നേ പറ്റുള്ളൂ എന്ന് കരുതി നമ്മുടെ സിറ്റിയിലൊക്കെ ഇതിൻ്റെ കട്ടച്ചാൻകുഴി നാടൻ കോഴി പെരട്ട് അവിടെ നിന്നൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് കട്ടച്ചാൻകുഴി നാടൻ കോഴി പെരട്ട് ഞാൻ കഴിക്കുന്നത്. എന്തായാലും ആ പെരട്ട് ഇത്രയും ഹൈപ്പോടെ പറയുന്ന സാധനം എന്താണെന്ന് അറിയണമല്ലോ. അപ്പോഴേക്കും നാടൻ കോഴി പെരട്ട് ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. കട്ടച്ചാൻകുഴി നാടൻ കോഴി പെരട്ട്. പുട്ട് കൊണ്ടുവന്നു. ആ പെരട്ടിൻ്റെ കളറ് കണ്ടാൽ തന്നെ മാത്രമല്ല ഒരു പ്രത്യേക മണവും വരുന്നുണ്ട് കേട്ടോ. തൊട്ടടുത്തിരിക്കുന്നത് കാന്താരി ചിക്കനും. എനിക്ക് കോഴി തോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പെരട്ടിനെ കാട്ടി. പക്ഷേ ഇന്നെന്തോ എനിക്ക് ഈ പെരട്ട് കഴിച്ചേ മതിയാവുള്ളൂ എന്ന് കരുതിയിട്ട് പെരട്ട് വാങ്ങിയതേ. ആദ്യം തന്നെ ഈ കാന്താരി ചിക്കൻ ടേസ്റ്റ് ചെയ്തു. അത് ഞാൻ വെറുതെ ആ ചിക്കൻ എടുത്ത് കഴിച്ചപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ഒരു പീസ് കാന്താരിയും കൂടെ വച്ച് കഴിച്ചപ്പോൾ വാവ്,
ശരിക്കും നിറയെ കാന്താരി ആ കറിയിലുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സവോളം കൂടി കൊണ്ടുവച്ചു. പക്ഷേ ഇവിടുത്തെ സ്പെഷ്യൽ മെയിൻ സാധനം കട്ടച്ചൻ കോഴി പെരട്ടാണ്. അതാണ് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയേണ്ടത്. സത്യം പറയാമല്ലോ, സൂപ്പർ സാധനം. അതിൽ കൂടുതൽ ഇനി ഒന്നും പറയാനില്ല. നിങ്ങൾ മസ്റ്റായിട്ട് ഒരിക്കലെങ്കിലും വന്ന് ട്രൈ ചെയ്യുക. അത് ഇത്രയും സ്വാദ് കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിറയെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണയിലാണ് മസാലകൾ മൂപ്പിച്ചെടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതാട്ടോ. ആ എണ്ണയിൽ മസാല മൂത്ത് വന്നതിൻ്റെ ഒരു സ്വാദ്, അതൊരു അസാധ്യ സ്വാദാണ്. ആ സ്വാദ് ഈ ഒരു നാടൻ കോഴിക്കറിക്കുണ്ട് കേട്ടോ. ഇത്രയും ഹൈപ്പ് പറയുന്നതിൽ തെറ്റില്ല. ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്ന് ഇത് കഴിക്കുന്നതിൽ ഒരു നഷ്ടവും ഇല്ല കേട്ടോ. എനിക്കിഷ്ടമായി. 160 രൂപയാണ് ഒരു പ്ലേറ്റിൻ്റെ വില. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. 160 രൂപ ഒരു വലിയ വിലയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കോഴി പെരട്ടിനും കോഴിത്തോരനും കാന്താരി ചിക്കനും എല്ലാത്തിനും ഒരേ റേറ്റാണ്. എല്ലാം നാടൻ കോഴിയിലാണ്. പുട്ട് എനിക്ക് ഇഷ്ടമായില്ല, കുറച്ച് ഹാർഡായിട്ടിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു രാവിലെ ഉണ്ടാക്കിയതാവാം. നമ്മൾ വന്നപ്പോൾ ഒരു 12 മണിയായി, ഊണ് സമയമായി. അപ്പോൾ ഒന്ന് തണുത്തതിൻ്റെ ഒരു ഇതാവാം. പുട്ട് അത്രയും നല്ലതല്ലാത്തതുകൊണ്ട് ഒരു ദോശ വാങ്ങി കേട്ടോ. ദോശയും തണുത്തിരിക്കുകയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല 12 മണി ഊണ് സമയമായി. അപ്പോൾ നമ്മളൊന്ന് ദോശയും പുട്ടും ഒക്കെ ചോദിച്ചത് കൊണ്ടാവാം അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായില്ല ദോശയും പുട്ടും. പക്ഷേ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കട്ടച്ചൻ കോഴി നാടൻ കോഴി പെരട്ടാണ്. അത് സൂപ്പർ തന്നെയാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കാന്താരി ചിക്കനും നാടൻ കോഴി പെരട്ടും വാങ്ങി. അപ്പോൾ ഇവിടെ ഇനി കോഴി അവിയലെന്ന് കോഴി തോരൻ കൂടി കിട്ടും. അപ്പോൾ അതുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതി. കോഴി തോരനും കൊള്ളാം കേട്ടോ. കാന്താരിയും കൊള്ളാം, കോഴി തോരനും കൊള്ളാം, പെരട്ടും കൊള്ളാം. പക്ഷെ പെരട്ടാണ് സൂപ്പർ. അതിലൊന്നും പറയാനില്ല. നിങ്ങളത് മസ്റ്റായിട്ട് വാങ്ങുക. പിന്നെ തോരനൊക്കെ എനിക്കിഷ്ടമായി. തോരൻ വയ്ക്കാൻ എൻ്റെ അമ്മ പോയിട്ടേ ഉള്ളൂ, വേറെ ആരും കേട്ടോ. എങ്കിലും കൊള്ളായിരുന്നു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ രുചി ഫുൾ എനിക്ക് ആ പെരട്ടിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് മറ്റൊന്നും സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പക്ഷെ എല്ലാം നല്ലതായിരുന്നേ. സോ നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരിക. ഞാൻ മറ്റേ കാന്താരി ചിക്കനും തോരനും ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ടേസ്റ്റാണ്. പക്ഷേ ഇതെല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ആ ഒരു കട്ടച്ചൻ കോഴി നാടൻ കോഴി പെരട്ട് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു പ്ലേറ്റ് വാങ്ങി ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിയാൽ മതിയല്ലോ. എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ചിക്കൻ്റെ കളറിന് കൊടുക്കണം പൈസ. ആ മസാല എല്ലാം മൂത്ത് വന്ന് ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് നല്ലതായിട്ട് സൂപ്പർ. എനിക്കത് എന്ത് പറയണമെന്ന് അറിയില്ല കേട്ടോ. ലാസ്റ്റ് ഒരു മിൻറ്റ് ടീ കൂടെ കുടിച്ചു. ഏട്ടനൊരു ഗോലി സോഡ കുടിച്ചു കേട്ടോ. പുട്ടും ദോശയൊക്കെ അതുപോലെ തന്നെ ഇരുന്നു. പക്ഷേ ചിക്കൻ എല്ലാം മാത്രമേ ബാക്കിയുള്ള ഫുൾ ഞാനും ഏട്ടനും കാലിയാക്കി കേട്ടോ. ആ മിൻറ്റ് ടീ കൂടെ കുടിച്ചപ്പോൾ ഉണ്ടല്ലോ എന്ത് സുഖമെന്നറിയോ. ആ നല്ല എരിവിൽ ചൂടോടെ എന്തെങ്കിലും കുടിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ കൂടെ വെള്ളം വരില്ലേ, അതുപോലെ കണ്ണിൽ കൂടെ വെള്ളം വന്ന് കുടിച്ച് അങ്ങനെ ഇരുന്ന് കേട്ടോ. നല്ല ചിക്കനൊക്കെ കഴിച്ചിട്ട് ആ മിൻറ്റ് ടീ കൂടെ കുടിച്ചപ്പോൾ ഒരു പ്രത്യേക ഒരു ആശ്വാസം കേട്ടോ. ഇവിടെ വിവര പട്ടിക എല്ലാം എഴുതിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ചേട്ടനാണ് ഇതിൻ്റെ ഓണർ. ഞാനൊരു കപ്പലണ്ടി മുട്ടായി എടുക്കുക കേട്ടോ. അവിടെ കപ്പലണ്ടി മുട്ടായി ഇരിക്കുന്നത് കണ്ടപ്പോൾ 2 കപ്പലണ്ടി മുട്ടായി കഴിക്കാൻ തോന്നി. കപ്പലണ്ടി മുട്ടായി എടുത്തു. അപ്പോൾ ചേട്ടനാണ് ഇവിടെ ആദ്യമായിട്ട്, ചേട്ടൻ്റെ അച്ഛനാണ് ഇവിടെ ആദ്യമായിട്ട് തുടങ്ങിയത്. തൊട്ട് താഴെയായിരുന്നു കട എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഫോട്ടോയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ദൈവമേ, ഇത്രയും വർഷം പഴക്കമുള്ള ഒരു കട, ഇത്രയും ഫേമസ് ആയ ഒരു കട, ഇങ്ങനെ തീറ്റിപ്പണ്ടാരായ ഞാൻ എന്തേ ഇവിടെ വരാൻ വൈകി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഇതെന്തോ ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോയി കഴിക്കാമെന്നാണ് ഏട്ടനോട് പറഞ്ഞത്. അപ്പോൾ ഏട്ടൻ ചോദിച്ചു എവിടെ പോകാനെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോവാത്ത സ്ഥലം എവിടെയുണ്ട് നോക്കിയിട്ടാണ്. ഞാൻ പറഞ്ഞു ശരി കട്ടച്ചൻകുഴിയിലേക്ക് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ചിക്കൻ കറിയും ഒക്കെ വയ്ക്കുന്ന ചേട്ടന്മാരാണ് ഇവിടെ നിൽക്കുന്നത്. ഇവർക്ക് അപ്പുറത്തും ഒരു വീട് പോലെ കിടക്കുന്നത് കണ്ടേ. അപ്പോൾ അവിടെ വെച്ച് കുക്ക് ചെയ്തിട്ടൊക്കെ കൊണ്ടുവരുമെന്ന് തോന്നുന്നു. ഈ ഏരിയ ഫുൾ അവരുടേതാണെന്ന് തോന്നുന്നു. വലിയൊരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് അവർക്ക്. ഇതാണ് ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് വലിയൊരു പാർക്കിംഗ് ഏരിയ. അതിൻ്റെ കൂടെ ചേർന്ന് ഇതിനൊരു കുഞ്ഞ് വീട്ടിൽ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ കയറി പോകുന്നതുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇതെല്ലാം അവരുടെ ഒരു ഏരിയ ആണെന്നും തോന്നുന്നു. എന്തായാലും വിശാലമായ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു കൊച്ചു ഗ്രാമമാണ്. ഗ്രാമത്തിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും സൂപ്പറായിട്ടുണ്ടേ. കണ്ടോ ഗൈസ്, ഞാൻ നല്ലതെന്ന് തന്നെയാണ് പറയാറ്. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെടില്ല എന്ന് പറയത്തുള്ളൂ. എനിക്കിത് ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പല സ്ഥലങ്ങളിലും ഞാൻ പോയി കഴിച്ച നല്ല അഭിപ്രായം പറഞ്ഞ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അത് ഈ കാണുന്നവർ കാണുന്നില്ലേ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ മോശം പറയുന്നത് മാത്രമാണോ നിങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നതെന്നും അറിയത്തില്ല. എന്തായാലും നിങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വരുന്നവരാണെങ്കിലും, പക്ഷേ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. ഇത് ബാലരാമപുരം വരെ വരാനായിട്ട് പറ്റുകയാണെങ്കിൽ ബാലരാമപുരം വരെ അതൊന്ന് ട്രൈ ചെയ്യുക. ട്രിവാൻഡ്രത്ത് വന്നാൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട 1-2 കാര്യം ഞാൻ പറയാം. കേത്തൽസ് ചിക്കൻ, നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ സ്വന്തം അഹങ്കാരമാണ് കേത്തൽസ് ചിക്കൻ. പിന്നെ ബോളി പാൽപ്പായസം, അതും നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ ഒരു
സ്പെഷ്യൽ സാധനമാണ് ബോളി പാൽപ്പായസം. പിന്നെ ഈ കട്ടച്ചൻ കുഴി നാടൻ കോഴി പെരട്ടെന്നും ഞാൻ അങ്ങനെ മസ്റ്റ് ട്രൈ ആണ്. പക്ഷേ സെയിം സാധനം നിങ്ങളുടെ അവിടെ കിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. ചിലപ്പോൾ ആ ടേസ്റ്റിന് നിങ്ങളുടെ നാട്ടിൽ മീൻകറി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാം. അതുകൊണ്ട് കട്ടച്ചൻ കുഴിയൊന്നും ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. നമ്മുടെ ഇവിടുത്തെ ബിരിയാണി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. ബിരിയാണി എന്നും തലശ്ശേരി കണ്ണൂർ സ്റ്റൈലിൽ വയ്ക്കുന്ന ബിരിയാണി പോലെയൊന്നും നമ്മുടെ ട്രിവാൻഡ്രം എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് കണ്ണൂർ ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം. ബിരിയാണിക്കൊക്കെ കണ്ണൂരുകാർ തന്നെയാണ്. ട്രിവാൻഡ്രത്ത് വന്നാൽ കേത്തൽസ്, പിന്നെന്താണ് ബോളി, ഇതൊക്കെ തന്നെയുള്ള കേട്ടോ ട്രിവാൻഡ്രം സദ്യ. അത് പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് ബാലരാമപുരം മാർക്കറ്റാണ് ഞാൻ കുറച്ച് നേരത്തെ കാണിച്ചത്. ഇത് എപ്പോഴും തിരക്കുള്ള ഒരു ടൗണാണ്. കാരണം നമ്മളിപ്പോൾ വരുന്ന റോഡ് വിഴിഞ്ഞത്തു നിന്ന് വരുന്ന റോഡ്, അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന റോഡ് കാട്ടാക്കടയിൽ നിന്ന് വരുന്ന റോഡ്, ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന റോഡെന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന റോഡും ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന റോഡ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന റോഡും കേട്ടോ. അപ്പം ഒരു 4 സ്ഥലത്തിൽ നിന്നും വന്ന് ചേരുന്ന ഒരു ജംഗ്ഷനാണ് ബാലരാമപുരം. അതുകൊണ്ട് എപ്പോഴും ഇവിടെ തിരക്കുണ്ടാവും. പക്ഷേ ഇപ്പോൾ കുറച്ച് റോഡൊക്കെ ഒന്ന് വീതി കൂട്ടിയത് കൊണ്ട് വലിയ രീതിയിൽ തിരക്കും കാര്യങ്ങളും ഇല്ല. എങ്കിലും ഓഫീസ് ടൈം സ്കൂൾ ടൈമിലൊക്കെ വന്നാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങോട്ടേക്കൊക്കെ വരുന്നവർ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. കാരണം നിങ്ങളുടെ നാട്ടിൽ ഇതേ ടേസ്റ്റിൽ സാധനമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഓവർ ഹൈപ്പ് പറയുന്നില്ല. പക്ഷേ കേത്തൽസും ഈ ബോളിയും പാൽപ്പായസവും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അതൊക്കെ നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. പത്മനാഭൻ നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണ്. സെക്രട്ടേറിയറ്റ് നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണ്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് ട്രിവാൻഡ്രംകാർക്കുണ്ട് കേട്ടോ. എന്തായാലും പുട്ടും നാടൻ കോഴി പെരട്ടും കട്ടച്ചൻകുഴി നാടൻ കോഴി പെരട്ടും ആ മിൻറ്റിയൊക്കെ കുടിച്ചപ്പോൾ ഒരു പ്രത്യേക ആശ്വാസവും സുഖമൊക്കെ കിട്ടി. ആ മിൻറ്റിയുടെ കുടിച്ചപ്പോഴേട്ടോ അപ്പോഴേക്കൊരു മധുരം കഴിക്കാനൊരു കൊത്തൽ. ആക്ച്വലി ഒരു കപ്പലണ്ടി മുട്ടായിക്കൊക്കെ വായിക്കൊക്കെ താക്കിയെങ്കിലും വീണ്ടും മധുരം കഴിക്കാനായിട്ടൊരു കുത്തൽ. എന്നാൽ പിന്നെ ഒരു ഐസ്ക്രീം കൂടെ വാങ്ങിച്ച് കഴിച്ച ശേഷം നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാമെന്ന് കരുതി. ഞാൻ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ മൈക്ക് പണി തന്നു എന്നുള്ളത് കുറേ കമൻസ് കണ്ടപ്പോഴാണ് മനസ്സിലായതുകൊണ്ടാണ് പിന്നെ ഞാനങ്ങ് മ്യൂട്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ പോകും വഴി നമ്മൾ തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറി ഞാനും ഏട്ടനും കൂടി ഐസ്ക്രീം വാങ്ങി കേട്ടോ. വേദ സ്കൂളിൽ പോയിരിക്കുകയാണ്. വേദയ്ക്ക് ലഞ്ചെല്ലാം റെഡിയാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട്. വേദയ്ക്ക് ഈ വക സാധനങ്ങളൊന്നും വേണ്ടല്ലോ. വല്ല അൽഫാമോ ഷവായിക്കാണെങ്കിൽ വേദ കഴിച്ചാൽ, അതുകൊണ്ടാണ് വേദയെ കൂട്ടാത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇവിടെ കഴിയാണ്. ടാറ്റാ, ബൈ ബൈ.